ഏത് തീരുമാനം എടുത്താലും അതിനോട് പൂർണ്ണമായി യോജിപ്പില്ലാത്ത കുറച്ച് ആളുകൾ കോൺഗ്രസിനകത്ത് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ചില മാധ്യമങ്ങളൊക്കെ ചിലപ്പോൾ ചെയ്യുന്നത്, ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഈ പരാതിക്കാരനായിട്ടുള്ള കുറച്ചൊരു അസംതൃപ്തനായിട്ട് നിൽക്കുന്ന കോൺഗ്രസ് നേതാവ് ഉണ്ടാവുമല്ലോ, അവരുടെ അടുത്തേക്ക് മയക്കുമായിട്ട് പോകും. എന്നിട്ട് ചോദിക്കും, നിങ്ങൾ ഈ തീരുമാനത്തെ എങ്ങനെ നോക്കിക്കാണോ? അപ്പോൾ പുള്ളിയുടെ മനസ്സിലുള്ളങ്ങ് പറയും. അത് നേരെ എടുത്ത് ഈ തീരുമാനം എടുത്ത ആളോട് ചോദിക്കും, ഇതാ കോൺഗ്രസിലെ ഇന്ന നേതാവ് ഇങ്ങനെ പറഞ്ഞല്ലോ, പൊട്ടിത്തെറിച്ചല്ലോ, അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? അപ്പോൾ പുള്ളി എന്തെങ്കിലും പറയുമല്ലോ. അപ്പോൾ രണ്ടും വാർത്തയായി. അപ്പോൾ അങ്ങനെ വാർത്തകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു നല്ല ഉൽപ്പന്നമായിട്ട് കോൺഗ്രസ് പലപ്പോഴും മാറുന്നുണ്ട്. കേഡർ പാർട്ടികൾക്ക് അതില്ല, അഭിപ്രായം പറയാൻ പോലുമുള്ള സ്വാതന്ത്ര്യമില്ല. അങ്ങനെ അഭിപ്രായം പറയണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ ഒരു പൊളിറ്റിക്കൽ കരിയറിൻ്റെ അവസാന ഘട്ടത്തിലൊക്കെയാണ് ചിലപ്പോൾ അതുവരെയുള്ള ഫ്രസ്ട്രേഷൻ മുഴുവൻ അവർ പറയും. അപ്പോൾ ജി സുധാകരൻ CPM-നെ സംബന്ധിച്ച് വലിയൊരു നേതാവായിരുന്നു. അദ്ദേഹം ഈ അടുത്ത കാലത്ത് കുറേയേറെ പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കുന്ന ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. EP ജയരാജൻ്റെ പുസ്തകം അടുത്ത ദിവസം പുറത്തിറങ്ങിയല്ലോ, അതിലും ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ നോക്കുമ്പോൾ അവരുടെ CPM-നകത്തെ മെയിൻ സ്ട്രീം രാഷ്ട്രീയം അവരെ സംബന്ധിച്ച് ഏതാണ്ട് അവസാനിച്ചു കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നത്. ഈ ഘട്ടത്തിലാണ് അവർക്കത് പറയാൻ ധൈര്യം വരുള്ളൂ. കോൺഗ്രസിന് അങ്ങനെയല്ല, വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് അതേ സമയത്ത് തന്നെ അത് പറഞ്ഞ് വെൻ്റ് ഔട്ട് ചെയ്യും, എന്നിട്ട് വീണ്ടും യോജിച്ചു പോകും.